ബി.ജെ.പിക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരുമെന്നാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. നിലവിൽ കെ സുരേന്ദ്രൻ ഒരുപക്ഷെ 2026 വരെ തുടരട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ, പി.കെ. കൃഷ്ണദാസ്, എൻ രാധാകൃഷ്ണൻ അങ്ങനെ പലരും ദേശീയ നേതൃത്വവുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നു. എന്ന് പറഞ്ഞാൽ ജനുവരി 15 മുമ്പായിട്ട് ഈ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? പുതിയ പ്രസിഡന്റ് വരും എന്നതാണ് പൊതുവായ പ്രതീക്ഷയായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുതിയ പ്രസിഡന്റിനുള്ള സാധ്യതയുണ്ടെന്ന്. രണ്ട് കാരണങ്ങളുണ്ടായിന്. ഒന്ന്, സംഘടനാപരമായിട്ട് പരിശോധിക്കുമ്പോൾ വരാൻ പോകുന്ന ഇലക്ഷൻ അധികം വൈകാതെ 2 ഇലക്ഷനുകളാണ് ഇപ്പോൾ ഉള്ള നേതൃത്വം അഭിമുഖീകരിക്കേണ്ടത്. ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അടക്കം തിരഞ്ഞെടുപ്പ്, മറ്റൊന്ന് നിയമസഭാ ഇലക്ഷൻ. അപ്പോൾ ഈ നിയമസഭാ ഇലക്ഷന് മുമ്പോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുമ്പ് അതിൻ്റെയൊക്കെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഒരു സംഘടന പുനഃസംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നത് ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇത് ദീർഘകാലമായിട്ട് ഏതാണ്ട് ഉറച്ചു നിൽക്കുന്ന ഒരു സംഘടനാ സംവിധാനം അഭിമുഖീകരിക്കേണ്ട വളരെ ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി അല്ലെങ്കിൽ മുഹൂർത്തമാണ് അവരുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്കതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ നടപ്പിലാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കമാൻഡിങ് കപ്പാസിറ്റിയുള്ള ഒരു നേതൃത്വം തന്നെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇപ്പോൾ ഇത് മാറ്റി പുതിയ നേതൃത്വം വരുമ്പോൾ അവരിതൊന്ന് ശരിയാക്കിയെടുക്കാനായിട്ട് 6 മാസത്തിൽ കൂടുതൽ എന്തായാലും വേണ്ടി വരും. അത് കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായിട്ടുള്ള ഇതിൽ ഇടപെടൽ എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ബി.ജെ.പിയുടെ ഈ സംഘടനാ ചുമതലയുള്ള ആളുകൾ, സംഘടനയെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുന്നവർ, ഈ പുതിയ ഒരു പ്രസിഡൻറ്റും പുതിയൊരു സംവിധാനവും എന്നത് കാര്യമായിട്ട് അവർ പരിഗണിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പൊതുവെ കേരളത്തിനകത്ത് വലിയ തരത്തിൽ ഉള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ എം.ടി. രമേശിനെ കൊണ്ടുവരണം എന്ന്, അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കണം എന്ന് പറയുന്നതായിട്ടുള്ള വാദത്തിന് ഒരു വയസ്സ് ശക്തിയുണ്ട്. ശോഭാ സുരേന്ദ്രൻ നേരിട്ട് തന്നെ തനിക്ക് പ്രസിഡൻ്റായി കൊള്ളാം എന്ന് പറയുന്നതായിട്ടുള്ള ആഗ്രഹപ്രകടനം നടത്തുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇടപെടുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ കെ എൻ രാധാകൃഷ്ണനും അതേപോലെ തന്നെ മറ്റ് പലരും. അവർക്ക് നേരിട്ട് ഇതിനകത്ത് അഭിപ്രായം അവർക്കാവണമെന്നുള്ളൊരു അഭിപ്രായം അവർക്ക് പറയാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോബികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അടുത്തൊരു പോസിബിലിറ്റി ആയിട്ട് ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം കർണാടക കേന്ദ്രീകരിച്ചൊക്കെയാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രഭാരി കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കിയിട്ട് ഒരു സമവായം എന്ന രീതിയിലേക്ക് പോകാമെന്നൊരു ആലോചനയുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് സംസ്ഥാന നേതൃത്വത്തിൽ പൂർണ്ണമായിട്ട് നിൽക്കാൻ താല്പര്യമുണ്ടോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന കെ സുരേന്ദ്രൻ നിന്നപ്പോഴാണ് 20% വോട്ടിൻ്റെ വളർച്ച ബി.ജെ.പിക്ക് ഉണ്ടായത്. ഒപ്പം തന്നെ ഒരു സീറ്റും കിട്ടി, സുരേഷ് ഗോപി വിജയിച്ചുമെന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സുരേന്ദ്രൻ മുന്നോട്ട് നയിക്കട്ടെ, 2026 വരെ അങ്ങനെ പോകട്ടെ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്നോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാൾ വന്നാൽ വീണ്ടും സംഘടനയ്ക്കുള്ളിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സുരേന്ദ്രനേക്കാൾ സീനിയറാണ് എം.ടി. രമേശ്. അപ്പോൾ എം.ടി. രമേശിന് ഒരു അവസരം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പം താഴെ തട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കൃത്യമാണെങ്കിലും സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ, നേതൃതലത്തിലേക്ക് വരുമ്പോൾ നേതാക്കൾ തമ്മിലൊരു യോജിപ്പില്ല, അഭിപ്രായ ഐക്യമില്ല. ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് ബി.ജെ.പിയിലെ താഴെ തട്ടിലുള്ള ഈ പിന്തുണയ്ക്കുന്ന ആ ബി.ജെ.പി അണികൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് തടസ്സമല്ലേ? അത് ശരിയാണ്. അത്തരത്തിലുള്ളൊരു വാദം വളരെ പ്രസക്തമാണ്. പക്ഷേ ഹൂ ഈസ് ദ ലീഡർ, ആരാണ് നേതാവ് എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അതിപ്പോൾ ബി.ജെ.പി മാത്രം നേരിടുന്ന ഒരു പ്രശ്നമല്ല. കേരളത്തിലെ എല്ലാ പാർട്ടികളും ഇപ്പോൾ നേതൃക്ഷാമത്തിൽ കിടക്കുന്ന അവസ്ഥയാണുള്ളത്. നേതാക്കളില്ല അവർക്ക് ശരിക്കും. CPM-നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനുണ്ട്. അദ്ദേഹം പക്ഷേ നല്ല നേതാവാണെങ്കിലും അദ്ദേഹം വളരെയധികം അസംതൃപ്തി അണികളുടെ ഇടയിലും അതുപോലെ പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം. പകരം ആര് എന്ന് പറയുന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ലാതെയാണ് അവിടുത്തെ ഇടം നിൽക്കുന്നത്. കോൺഗ്രസിൽ എന്ന് പറഞ്ഞാൽ ഒരു 4-5 പേരെങ്കിലും മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ആഞ്ഞു പായലിൽപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആരാവണം? അതായത് ഒരാൾ എന്ന് പറയുന്ന അതാണുള്ള നേതാവെന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു നേതാവില്ല. ബി.ജെ.പിയുടെയും സ്ഥിതി അതൊക്കെ തന്നെയാണ്. പലരും നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിലിപ്പോൾ ആരെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ സംഘടനാപരമായി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിൽക്കുന്ന സംഘടനയുടെ ഈ സുസംഘടിതമായിട്ടുള്ളൊരു സംവിധാനം അതിന് വലിയ പരിക്കൊന്നും കാര്യമായിട്ട് ഏൽക്കുന്നില്ല, അല്ലെങ്കിൽ ഏറ്റിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് തുടരട്ടെ. അടുത്ത ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉടച്ചുവാർക്കൽ നടത്താം. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരൻ ഒരു
ഇവരുടെ ഒരു നേതാവ് എന്ന നിലക്ക് വരുന്നതിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു നേതാവായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ ഇവരെല്ലാവരും തയ്യാറായിരിക്കും. പക്ഷെ അവരുടെ സംഘടനയുടെ നേതാവ് അദ്ദേഹമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഇവർ തയ്യാറായിരിക്കില്ല. ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ എല്ലാ പാർട്ടികളിലും സംഘടനാ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരേണ്ടത് താഴെത്തട്ടിൽ നിന്ന് പടിപടിയായിട്ട് വർക്ക് ചെയ്ത് മുന്നിട്ട് വരുന്നവർക്കാണ് എപ്പോഴും ഈ മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കാനായിട്ട് കഴിയുള്ളൂ. ആ ശക്തി അവർക്കേ ഉണ്ടാവുള്ളൂ. ജനങ്ങളുടെ മനസ്സിലും അപ്പോഴേ അണികളുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന, അണികളുടെ ഒപ്പം കൂടെ നിൽക്കുന്ന, അത്യാവശ്യത്തിന് വേണ്ട അടിയും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ, അതായത് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ലീഡർഷിപ്പ് പൊസിഷൻ സാധാരണ രീതിയിൽ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുക. അല്ലെങ്കിൽ അവർ ഒന്ന് ചെയ്യാൻ പറയും. അപ്പോൾ അണികൾ ആരും ഒന്നും ചെയ്യില്ല, അവരവരുടെ പണിക്ക് പോവും. നേതാക്കൾക്ക് ഇങ്ങനെ പ്രഖ്യാപനം മാത്രം നടത്താം എന്നുള്ളതാണ്. നേതാവ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എന്താണോ പറയുന്നത് അത് അണികളെ കൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളെ മാത്രം നമുക്ക് ഒരു ലീഡർ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. ആ പൊസിഷനിലേക്ക് വരാൻ പറ്റുന്ന ആളുകളില്ലേ ഇപ്പോൾ. അതാണ് പ്രശ്നം. അപ്പോൾ ആളുകളെ പിന്നെ പ്രസംഗത്തിലൊക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പല വ്യക്തികളും ഉണ്ടാകും. പക്ഷേ സംഘടനാ പ്രവർത്തനത്തിനകത്ത് നിന്ന് സംഘടന ഇങ്ങനെ കൃത്യമായിട്ട് കെട്ടിപ്പടുത്ത് തൻ്റെ കയ്യിലാണ് സംഘടന എന്ന് പറയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആരും ഇല്ല ഇപ്പോൾ. അതിലുള്ളതിൽ ഭേദം സുരേന്ദ്രൻ തന്നെയാണ്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ്റെ പോസിബിലിറ്റി ഇങ്ങനെ നീണ്ടു പോകുന്നത്. 2026 എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു എൻഡ് പോയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എന്തിനു വേണമെങ്കിലും പാർട്ടി തയ്യാറാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ടും അതേപോലെ തന്നെ ഒരു സീറ്റും എന്ന് പറയുന്നത് വലിയ സാധ്യതയായിരുന്നു. അതിന് സമാനമായിട്ടുള്ള വിജയം അടുത്ത നിയമസഭാ ഇലക്ഷൻ കിട്ടിയാൽ കേരളത്തിൽ BJPക്ക് കാലുറപ്പിക്കാം. അങ്ങനെ കാലുറപ്പിച്ചതിന് ശേഷം പിന്നീട് നേതൃമാറ്റവും അതേപോലെ തന്നെ അതിൻ്റെ അനുബന്ധ സംഘടനാ സംവിധാനങ്ങളുടെ പുനഃസംഘടനയെക്കുറിച്ചൊക്കെ ആലോചിക്കാം എന്നായിരിക്കും ഇത്തിരി ബോധമുള്ളതായിട്ടുള്ള കേന്ദ്ര നേതാക്കൾ ആലോചിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും BJPയുടെ തലപ്പത്തേക്ക് പുതിയ പ്രസിഡന്റ് ആകാനായിട്ട് നിർണായക നീക്കങ്ങളാണ് നടക്കുന്നത്. ജനുവരി 15 തന്നെ ആ തീരുമാനം ഉണ്ടാകുന്ന കാത്തിരിക്കുക. എന്തായാലും വമ്പൻ ടിസ്റ്റുകൾ ഒന്നിൽ സംഭവിക്കാം, അല്ലെങ്കിൽ സുരേന്ദ്രൻ തന്നെ തുടരാനുള്ള സാധ്യതയാണ് കൂടുതലാണ്.